ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡർ കിം നംജൂൻ്റെ ആപെക് ഉച്ചകോടിയിൽ അവതരിപ്പിച്ച സ്പീച്ചിൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു മലയാളം എക്സ്പ്ലനേഷനാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ ഷോർട്സിന് കിട്ടുന്ന വ്യൂസ് ഒന്നും തന്നെ ലോങ് വീഡിയോസിന് കിട്ടണില്ല. ലോങ് വീഡിയോ വ്യൂ കയറാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്കും പറ്റുകയാണെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യണമെങ്കിൽ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അതെനിക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. നിങ്ങൾ ഷോർട്സിന് തരുന്നത് പോലെ തന്നെ ലോങ് വീഡിയോസിനും കൂടെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒക്ടോബർ 30-ന് BTS ലീഡർ കിം നംജൂൺ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. ആപെക് CEO സബ്മിറ്റ് എന്നത് ബിസിനസ്, ടെക്നോളജി, പൊളിറ്റിക്സ് തുടങ്ങി പലതരം മേഖലകളും ഒരുമിച്ച് ഏഷ്യ പസഫിക് മേഖലയുടെ ഫ്യൂച്ചർ രൂപപ്പെടുത്തുന്ന ഒരു മേജർ ആനുവൽ പ്രോഗ്രാമാണ്. ഈ വർഷത്തെ ഗോജുവിൽ വെച്ച് നടന്ന ആപെക് ഉച്ചകോടിയിൽ കീനോട്ട് സ്പീച്ച് നടത്തിയത് നമ്മുടെ ആയിരുന്നു. ഇൻഫ്ലുവൻസ് ഓഫ് കെ കൾച്ചർ ആൻഡ് ഇറ്റ്സ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന ടോപ്പിക്കിലാണ് സംസാരിച്ചത്. ആദ്യമായാണ് ഒരു K-pop ആർട്ടിസ്റ്റിന് ഈ ഉച്ചകോടിയിലെ സ്പീക്കറായിട്ട് അവസരം കിട്ടുന്നത്. K-popനെ കൊറിയൻ കൾച്ചറൽ ഫുഡായ ബിബിൻബാപ്പിനോട് ഉപമിച്ചാണ് സംസാരിച്ചത്. കാരണം വെറൈറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്താണ് ബിബിൻബാപ്പ് കഴിക്കുന്നത്. അതുപോലെ തന്നെ K-popഉം വ്യത്യസ്ത ഘടകങ്ങൾ ഒരുമിച്ച് നിർമ്മിച്ചതാണെന്നും അതേസമയം പൂർണ്ണമായും പുതിയ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനായി സ്വന്തം ഐഡന്റിറ്റി നിലനിർത്തണമെന്നും കൂട്ടിച്ചേർത്തു. K-pop വെറും ഒരു സംഗീത വിഭാഗമല്ലെന്നും സംഗീതം, നൃത്തം, വിഷ്വൽ സ്റ്റൈൽ, വീഡിയോസ്, സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങി സോഷ്യൽ മീഡിയ സംയോജിപ്പിക്കുന്ന 360 ഡിഗ്രി ടോട്ടൽ പാക്കേജ് ആണെന്നും ചൂണ്ടിക്കാട്ടി. BTS ആദ്യമായി പുറത്തേക്ക് പോകാൻ തുടങ്ങിയത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് നിങ്ങളെ കാണുന്നത് ഞങ്ങൾ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. നിങ്ങളുടെ TVയോ റേഡിയോ ഓണാക്കി നിങ്ങളുടെ ഭാഷയിലോ ഇംഗ്ലീഷിലോ ഇല്ലാത്തൊരു ഗാനം കേട്ടിട്ടുണ്ടോ? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു കൊറിയൻ ഗാനം കേൾക്കുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നും ഒരു സാംസ്കാരിക തടസ്സം എത്ര ഉയർന്നതാണെന്നും ഞാൻ മനസ്സിലാക്കി. അക്കാലത്ത് BTSന്റെ സംഗീതത്തെ ഇംഗ്ലീഷ് ഇതര സംസ്കാരം എന്ന് വിളിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സംഗീതം സോഷ്യൽ മീഡിയയിലൂടെ എത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതോ അതൊരു വെല്ലുവിളിയും കൂടെയായിരുന്നു. ആഗോളതലത്തിൽ കൊറിയൻ സംഗീതത്തിന് വിജയിക്കാൻ കഴിയുമോ എന്ന ഒരു പരീക്ഷണം കൂടിയായിരുന്നു അത്. ഞങ്ങളുടെ സംഗീതം ലോകത്തെ അറിയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുമായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ സ്വന്തമായി അവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ തെരുവുകളിൽ നൃത്തം ചെയ്തു, സൗജന്യ ഷോകൾക്കായി ഫ്ലെയറുകൾ കൈമാറി. പക്ഷേ അതിലും ബുദ്ധിമുട്ടുള്ള എന്തോ ഒന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊറിയയിൽ നിന്നുള്ള കലാകാരന്മാരാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ചോദിച്ചത് ഞങ്ങളുടെ സംഗീതത്തെക്കുറിച്ചായിരുന്നില്ല. അവർക്കറിയേണ്ടത് ഞങ്ങൾ സൗത്ത് കൊറിയ ആണോ നോർത്ത് കൊറിയ ആണോ എന്നത് മാത്രമായിരുന്നു. ഭൂമിയിൽ കൊറിയ എവിടെയാണ്? അതിനാൽ ഞങ്ങളുടെ സംഗീതത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കൊറിയ എവിടെയാണ് എന്നതിനെ പറ്റിയാണ് ഞങ്ങൾക്ക് ആദ്യം സംസാരിക്കേണ്ടി വന്നത്. അതായിരുന്നു യാഥാർത്ഥ്യം. ഞാൻ ഭാഗ്യവാനാണ് BTSലെ മറ്റ് 6 അംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഹിറ്റ്മാൻ ബാങ്ങിനെ കാണാൻ പറ്റിയതിൽ ഞാൻ ഭാഗ്യവാനാണ്. സ്വാതന്ത്ര്യത്തോടെ മ്യൂസിക് നിർമ്മിക്കാൻ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് നൽകിയതിൽ. I'm lucky I'm an army who accept our music not just as a diversion but as our shared language of life. ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ മ്യൂസിക്കിനെ ഒരു വിനോദമായി മാത്രം കാണാതെ ഞങ്ങളുടെ ഭാഷയിലുള്ള മ്യൂസിക്കിനെ അക്സെപ്റ്റ് ചെയ്ത ആർമീസ് ഉള്ളതിൽ. ആർമീസാണ് യഥാർത്ഥ മതിൽ തകർത്തവർ. അതിർത്തികൾക്കും ഭാഷകൾക്കും അപ്പുറമുള്ള ഒരു പാലമായി അവർ ഞങ്ങളുടെ സംഗീതത്തെ ഉപയോഗിച്ചു. ഞങ്ങളുടെ സന്ദേശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ സ്വമേധയാൽ സംഭാവനകൾ നൽകുകയും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന സാമൂഹിക പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. He gave me a voice that was heard at the Billboard Music Awards, at the Grammys, at the United Nations and even at the White House. സ്പീച്ചിന്റെ അവസാനമായി ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെ പിന്തുണയ്ക്കാൻ ആപെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആഗോള ബിസിനസ് നേതാക്കളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അങ്ങനെ അവർക്ക് സൃഷ്ടിപരമായി വളരാനും തിളങ്ങാനും സാധിക്കുമെന്നും അതിനുള്ള അവസരം നൽകണമെന്നും കൂട്ടിച്ചേർത്തു. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കി ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എത്രത്തോളം നന്നായി ഞാൻ ചെയ്തു എന്നറിയില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.